വീഡിയോ വ്യക്തമായി വാച്ച് ചെയ്യാൻ ഫുൾ സ്ക്രീൻ ഉപയോഗിക്കുക. നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. ഒരു ചരക്ക് വാഹനത്തിന്റെ ക്യാബിനിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? 5 വ്യക്തികൾ, സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും മതിയായ ആളുകൾ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ, വ്യക്തികളെ അനുവദിച്ചിട്ടില്ല. ഉത്തരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ. നിങ്ങളുടെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. മറ്റേ വാഹനത്തെ മറികടക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. വാഹനം വേഗത കുറച്ച് വലതുവശത്തേക്ക് ഒതുക്കുക. വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുക. ഉത്തരം മറ്റേ വാഹനത്തെ മറികടക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തരുത്. താഴെ പറയുന്നവയിൽ പാർക്കിംഗ് നിരോധിച്ച സ്ഥലം ഏത്? ആശുപത്രിയുടെ പ്രവേശന കവാടം, പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നിടത്ത്, നടപ്പാതയിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഹാൻഡ് ബ്രേക്കിന്റെ ഉപയോഗം എന്താണ്? വേഗത കുറക്കാൻ, സഡൻ ബ്രേക്കിങ്ങിനായി സർവീസ് ബ്രേക്കിനൊപ്പം, വാഹനം പാർക്ക് ചെയ്യാൻ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം വാഹനം പാർക്ക് ചെയ്യാൻ. ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ അനുവദിച്ചിരിക്കുന്നു. നിയമലംഘനം. തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദിക്കും. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം നിയമലംഘനം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഡാഷ്. 25 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സ്. ഉത്തരം 20 വയസ്സ്. ഇനി പറയുന്ന ഏത് സാഹചര്യത്തിലാണ് ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്? കനത്ത ട്രാഫിക്കിൽ, ഒരു വളവ് തിരിയുമ്പോൾ, ഇടുങ്ങിയ പാലത്തിൽ. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു മൃഗത്തിന്റെ ചുമതലയുള്ള ആൾ മൃഗത്തെ നിയന്ത്രിക്കാനാകാതെ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടാൽ ഡാഷ്. വാഹനം നിർത്തണം, ഹോൺ മുഴക്കി മുന്നോട്ട് പോകണം, വേഗത കുറക്കണം, സ്ഥലമുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മുന്നോട്ട് പോകാം. ഉത്തരം വാഹനം നിർത്തണം. അമിത വേഗത ഡാഷ്. ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ മതിയായ കുറ്റമാണ്. പിഴ മാത്രമുള്ള ശിക്ഷയിലേക്ക് നയിക്കാവുന്ന കുറ്റമാണ്. അടിയന്തര സാഹചര്യത്തിലുണ്ടായാൽ കുറ്റമല്ല. കുറ്റം അല്ല. ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ മതിയായ കുറ്റമാണ്. ഒരു മോട്ടോർ വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡാഷ്. ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 12 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. 48 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഉത്തരം 24 മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഓടിക്കുന്നതിനിടയിൽ പുകവലി ഡാഷ്. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യമാക്കാവുന്ന കുറ്റമാണ്. പിഴ മാത്രം അടപ്പിക്കാവുന്ന കുറ്റമാണ്. കുറ്റം അല്ല. യാത്രക്കാർ അനുവദിച്ചാൽ പുകവലി അനുവദനീയമാണ്.
ഉത്തരം ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യമാക്കാവുന്ന കുറ്റമാണ്. ചരക്ക് വണ്ടിയിൽ അമിതഭാരം കയറ്റുന്നത് ഡാഷ്. നിയമപരമായി ശിക്ഷാർഹമല്ല, പിഴ മാത്രം അടക്കാവുന്ന കുറ്റം. പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഉത്തരം പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. ദൂരം കുറവാണെന്ന കാരണത്താൽ ടാക്സി ഡ്രൈവർ യാത്ര പോകാൻ വിസമ്മതിച്ചാൽ ഡാഷ്. പിഴയും ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. പിഴ മാത്രം അടക്കാവുന്ന കുറ്റം. നിയമപരമായി ശരിയാണ്, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ഉത്തരം പിഴയും ലൈസൻസ് സസ്പെൻഷനും ഉൾപ്പെടെ ശിക്ഷാർഹമാണ്. റോഡ് തുടർച്ചയായി മഞ്ഞവര കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് വാഹനം ഡാഷ്. മഞ്ഞവര തൊടുകയോ മറികടക്കുകയോ ചെയ്യരുത്. മഞ്ഞവരയുടെ വലതുവശത്തു കൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കുക. മുന്നിലുള്ള വാഹനത്തെ മറികടക്കുമ്പോൾ മാത്രം മുറിച്ചു കടക്കാവുന്നതാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല. ഉത്തരം മഞ്ഞവര തൊടുകയോ മറികടക്കുകയോ ചെയ്യരുത്. ഗ്രേഡിയന്റ് റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ചെയ്യേണ്ടത് ഡാഷ്. ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഭാരവാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഉത്തരം കയറ്റം കയറുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഒരു ട്രാക്ടറിൻ്റെ ഡ്രൈവർ ഡാഷ് കൊണ്ടുപോകാൻ പാടില്ല. ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ. ഡ്രൈവർ ഉൾപ്പെടെ 2-ലധികം പേർ. ഡ്രൈവർ ഒഴികെ 3-ൽ കൂടുതൽ പേർ. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഉത്തരം ഡ്രൈവർ ഒഴികെ മറ്റേതെങ്കിലും വ്യക്തിയെ. ഇടതുവശത്തു കൂടി നിങ്ങൾക്കൊരു വാഹനത്തെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യം ഏത്? മുന്നിലുള്ള വാഹനത്തിൻ്റെ ഡ്രൈവർ വലത്തോട്ട് സിഗ്നൽ നൽകി റോഡിൻ്റെ മധ്യഭാഗത്ത് നിന്ന് തിരിയാൻ തുടങ്ങുമ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനം നിശ്ചലമാണ്. ഇടതുവശത്തു കൂടി മറികടക്കുന്നത് സുരക്ഷിതമാണെങ്കിൽ മൾട്ടിലൈൻ റോഡിൽ ഇടതുവശത്തെ പാതയിലൂടെ മുന്നിലുള്ള വാഹനത്തെ സുരക്ഷിതമായി മറികടക്കാൻ കഴിയുമെങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ആണ് ഒരു വാഹനം ഉദ്യോഗസ്ഥർക്ക് പിടിച്ചെടുക്കാൻ കഴിയുക? സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ, വാഹനത്തിന് സാധുതയുള്ള ഇൻഷുറൻസ് പരിരക്ഷയില്ല എങ്കിൽ, വാഹനം വേഗത പരിധി കവിയുമ്പോൾ, വാഹനം അമിതഭാരം വഹിക്കുമ്പോൾ. ഉത്തരം സാധുവായ രജിസ്ട്രേഷനോ പെർമിറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ. എല്ലാ മോട്ടോർ വാഹനങ്ങളും ഡാഷ് കവർ ചെയ്യണം. ലൈഫ് ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ്, സമഗ്ര ഇൻഷുറൻസ്, ഫുൾ കവർ ഇൻഷുറൻസ്. ഉത്തരം തേർഡ് പാർട്ടി ഇൻഷുറൻസ്. മുന്നിൽ പോകുന്ന വാഹനത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ അകലം പാലിക്കേണ്ടത് എത്ര? 10 മീറ്റർ, 5 മീറ്റർ. വേഗത അനുസരിച്ച് സുരക്ഷിത ദൂരം. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഉത്തരം വേഗത അനുസരിച്ച് സുരക്ഷിത ദൂരം. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.